അനിലിൻ്റെ വീട്ടിൽ ഈ ചന്ദനമരം ഉണ്ടെന്നുള്ള കാര്യം ഈ പറയുന്നത് പോലെ ഈ അയൽപക്കക്കാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, എനിക്ക് പോലും അറിയത്തില്ല. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസമാണ് വിളിച്ചിങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഞാൻ എന്താണ് അത് 2 ചന്ദനമരം വീട്ടിൽ നിൽപ്പുണ്ട്, അത് മുറിക്കാനായിട്ട് ഫോറസ്റ്റുകാർ വരുന്നു എന്ന് പറയും. അന്നേരമാണ് ഞാൻ തന്നെ അറിയുന്നത്. അപ്പോൾ അനിലും അമ്മയും പിന്നെ ഭാര്യയും മക്കളും ഒക്കെ ദിവസവും രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഈ ചന്ദനത്തടി അവിടെ മരം അവിടെ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇപ്പം നമുക്കറിയാം ചിലയിടത്തൊക്കെ ഇതിൻ്റെ മാഫിയകൾ, ചന്ദന മാഫിയകൾ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ വന്നിട്ട് വളരെ തുച്ഛമായ വില പറയുകയും 1-2 ദിവസം കഴിയുമ്പോൾ ഇത് ആരും അറിയാതെ രാത്രി കടത്തിക്കൊണ്ടു പോകുന്ന പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് പുറത്ത് പറയാനും പറ്റില്ല. ഇതിപ്പോൾ നിയമപരമായി ഇവിടെ നിന്നും നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രി അറിയിക്കുകയും അത് CCF-നും ഫോറസ്റ്റ് കൺസർവേറ്റർക്കും ഒക്കെ പോയി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് അതെല്ലാം സ്ഥലവും എല്ലാം നോക്കി ഇത് മുറിക്കുന്ന കുറച്ച് മാസങ്ങളെടുത്ത് കാണും അല്ലേ, കുറേ മാസങ്ങളെടുത്തു അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അതിനുശേഷം അവരിവിടെ നിന്നിപ്പോൾ ഈ ഓരോ മീറ്റർ നീളത്തിൽ ഇത് മുറിച്ച് കൊണ്ടുപോയി അത് മറയൂർ കൊണ്ടുപോയി ലേലം ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന തുക വീട്ടുകാർക്ക് കൊടുക്കും. അപ്പോൾ അത് നിയമപരമായി അതിനുള്ള പ്രോസസ്സിലൂടെ നടക്കും. പക്ഷെ ഇത് ഈ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു ഭയാശങ്കയാണ്. കാര്യം രാവിലെ ഈ സാധനം ഇവിടെ ഇല്ലെങ്കിൽ ഉള്ള ഒരു വിഷമമുണ്ടല്ലോ. അപ്പൊ ദിവസവും ഇത് ഈ പറയുന്ന ഇവരുടെ ബന്ധുക്കൾ പോലും അറിയത്തില്ല. 10-30 വർഷമായിട്ട് അത് പ്രത്യേകിച്ച് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ ഈ പറയുന്ന ഒരു ഹരിതാഭമായ അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ ഈ ചെടികളും പൂക്കളും ഈ ചന്ദനമരവും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും നാൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. മക്കളൊക്കെ രാത്രി വീട്ടിലുണ്ടോ എന്ന് നോക്കാം. ഇത് അത് പറ്റത്തില്ലല്ലോ. പുറത്തിറങ്ങി അനക്കം കേട്ടാൽ പോലും രാത്രിയിലൊരു അനക്കം കേട്ടാൽ പോലും അനിയൊക്കെ ഞെട്ടി ഉണരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാര്യം